ലാമിനെ വുയേല എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ കവർ. അതായത് ലാമിൻ ഫ്ലൈസ്. സ്പോട്ട് കൊടുത്തതോ മോട്ടിവാഡിസിമോ എന്നാണ്. അതായത് വെരി മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ലാമിനെ യമാലിൻ്റെ ചിത്രം. എല്ലാവരും വലിയ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ നാളെ FC ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ മെട്രോപൊളിറ്റനോയിൽ ഏറ്റുമുട്ടുകയാണ്. ബാഴ്സലോണ ലാമിനെ യമാലിൻ്റെ കപ്പാസിറ്റിയിൽ, അവൻ്റെ മികവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കളിക്കാൻ ഇറങ്ങിയാണ്. ആ ഒരു ചിത്രമാണ് മൊത്തത്തിൽ കാറ്റലൻ മാധ്യമങ്ങളൊക്കെ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഫ്ലിക്കിനോടൊപ്പം ലാമിനെ യമാലാണ് എത്തുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അവരങ്ങനെയാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. ചോദ്യം അതൊന്നുമല്ല, 2 ഗോളുകളുടെ കടമുണ്ട് ക്യാമ്പ് നൗവിൽ വെച്ച് വാങ്ങിയത്. അത് മെട്രോപൊളിറ്റനോയിൽ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? മറുഭാഗത്തൊരു കോച്ചുണ്ട്, ഡിയേഗോ സിമിയോണി. അയാൾ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഈ കളി ജയിക്കുക എന്നല്ല, അഗ്രിഗേറ്റ് ജയിച്ച് മുന്നോട്ട് പോകാൻ അയാൾ എന്തും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ സെവിയയ്ക്കെതിരെയുള്ള കളിയിൽ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊക്കെ റെസ്റ്റ് കൊടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അയാൾ ഗോൾ വലയം അങ്ങ് ഗേറ്റിട്ട് പൂട്ടും, അല്ലെങ്കിൽ ബസ്സോ ട്രെയിനോ എന്ത് വെച്ചാണെങ്കിലും അയാൾ അവിടെ പാർക്ക് ചെയ്ത് അത് സുരക്ഷിതമാക്കാൻ ശ്രമിക്കും. അവിടെയാണ് ചോദ്യം, ബാഴ്സയ്ക്ക് കഴിയുമോ ആ പൂട്ട് പൊളിക്കാൻ? എന്നാൽ ബാഴ്സയ്ക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട്. അതിനവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ബാഴ്സ അടിച്ചു കൂട്ടുന്ന ഗോളുകളുടെ എണ്ണമാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ 11 കളികളിൽ നിന്ന് 30 ഗോളുകൾ ബാഴ്സലോണ അടിച്ചിട്ടുണ്ട്. അതായത് ആവറേജ് 2.72 ഗോളുകൾ. ഇവിടെ 2 ഗോളിൻ്റെ കടമല്ലേ തീർക്കാനുള്ളൂ. എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഈ സീസണിൽ ബാഴ്സലോണയുടെ ആവറേജ് 2.67 ഗോൾസ് പെർ ഗെയിമാണ്. ഇവിടെ 2 ഗോളിൻ്റെ കടമല്ലേ തീർക്കാനുള്ളൂ. ഇനി എവേ മത്സരങ്ങളുടെ കണക്കെടുത്താലോ ബാഴ്സലോണയുടെ ഗോളടിയുടെ കണക്ക് 2.29 ഗോൾസ് പെർ ഗെയിമാണ്. അപ്പോഴും ചോദ്യം, 2 ഗോളിൻ്റെ കടമല്ലേ വീട്ടാനുള്ളൂ. ഇപ്പോൾ ചില ബാഴ്സ പേജുകളൊക്കെ കൊടുക്കുന്നത് 5 റീസൺസ് ബാഴ്സ തിരിച്ചു വരും, ഒരു റെമൻഡോടെ ഇവിടെ നടത്തും എന്ന് വിശ്വസിക്കാൻ 5 കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, ബാഴ്സ കഴിഞ്ഞ കളിയിൽ 4 ഗോൾ അടിച്ചിട്ടുണ്ട്, ഇവിടെ 2 പോരെ. പിന്നെ ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ മെട്രോപൊളിറ്റനോയിൽ കഴിഞ്ഞ സീസണിൽ ഇതുപോലൊരു തിരിച്ചു വരവ് 55 മിനിറ്റിനുള്ളിൽ 4 ഗോൾ അടിച്ച് നടത്തിയിട്ടുണ്ട്. പിന്നെ എത്ര മത്സരങ്ങളിൽ ബാഴ്സലോണ ഇതുപോലെ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. മുമ്പ് PSG-ക്കെതിരെ അടക്കം നെയ്മർ മാസ്മരിക പ്രകടനം നടത്തിയ മത്സരം, അതുപോലെ എത്ര കളികളിൽ തിരികെ വന്നിട്ടുണ്ട്. സോ ഇവിടെയും സംഭവിക്കും. പിന്നെ പ്ലേയേഴ്സൊക്കെ മോട്ടിവേറ്റഡ് ആണ് വിത്ത് ലിബ്രോൺ ജെയിംസ് ട്രെൻഡ്. ബാഴ്സലോണക്ക് ആകെ വേണ്ടത് 2 ഗോളാണ്. അത് സാധിച്ചെടുക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സിമയോണിയുടെ കുതന്ത്രങ്ങൾ മറികടക്കാൻ ബാഴ്സക്കാവുമോ?